BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. SIR നടപ്പാക്കുമെന്ന പ്രഖ്യാപനം, ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളി, മുഖ്യമന്ത്രി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പുനഃപരിശോധന നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രത്യേക തീവ്ര പുനഃപരിശോധന അസാധ്യമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചിട്ടും SIR പ്രക്രിയ ഉടനടി നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നതാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്ക് പകരം 2004 ഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തീവ്ര പരിഷ്കരണം നടത്തുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നത്. 1950 ജനപ്രാതിനിധ്യ നിയമവും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടവും പ്രകാരം നിലവിലുള്ള പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കേണ്ടത്. വോട്ടിംഗിനെ പോലെ മറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നതായിരുന്നു 2024 വോട്ടർ ദിന സന്ദേശം. അതാണ് രാജ്യത്തെമ്പാടും പ്രചരിപ്പിച്ചത്. അത് പ്രചരിപ്പിച്ചവർ തന്നെയാണ് ബീഹാറിൽ 65 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയത്. ഭരണഘടനയുടെ അനുച്ഛേദം 326 പൌരന്മാർക്ക് ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പൂർണ്ണമായ ലംഘനമാണ് ബീഹാറിൽ നടന്നതും ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് വ്യാപിപ്പിക്കുവാൻ പോകുന്നതുമായ SIR പ്രക്രിയ. പൌരന്റെ മൌലികാവകാശമായ സമ്മതിദാനം രാഷ്ട്രീയ താൽപര്യത്തിനനുസരിച്ച് എടുത്തുമാറ്റുവാൻ പറ്റുന്നതല്ല. ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണ് SIR പ്രക്രിയ വഴി ഉദ്ദേശിക്കുന്നത് എന്ന ആശങ്ക കൂടുതൽ ശക്തമാവുകയാണ് ഇവിടെ. തങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള നീക്കമാണ് SIRലൂടെ കേന്ദ്ര ഭരണാധികാരികൾ നടത്തുന്നത് എന്ന വിമർശനം ഒരു തരത്തിലും നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നതുകൂടി ഇവിടെ പ്രസക്തമാണ്, മുഖ്യമന്ത്രി വ്യക്തമാക്കി. മഴ കനക്കും, 8 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും നാളെയും മഴ കനത്തേക്കുമെന്ന് മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം കനത്ത മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിഞ്ഞു. മൂന്നാർ പള്ളിവാസലിൽ മൂലക്കട ഭാഗത്താണ് മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായത്. കരാർ കമ്പനിയുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. അതേസമയം മോൺത ചുഴലിക്കാറ്റ് ആന്ധ്ര തീരത്ത് അടുക്കുകയാണ്. 110 കിലോമീറ്റർ വേഗത്തിൽ രാത്രിയോടെ കരതൊടും. പുത്തനത്താണിയിൽ കാർ ബൈക്കിലിടിച്ച് ദമ്പതികൾക്ക് ദാരുണാന്ത്യം. മലപ്പുറം പുത്തനത്താണിയിൽ വാഹനാപകടത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്ത്യം. മുഹമ്മദ് സിദ്ദിഖ്, ഭാര്യ റീസ എം മൻസൂർ എന്നിവരാണ് മരിച്ചത്. പുത്തനത്താണിക്കടുത്ത് ചന്ദനക്കാവ് ഇഖ്ബാൽ നഗറിൽ ഇന്ന് രാവിലെയാണ് വാഹനാപകടം ഉണ്ടായത്. കാർ ബൈക്കിൽ ഇടിച്ചാണ് അപകടം. മുഹമ്മദ് സിദ്ദിഖ്, ഭാര്യ റീസ എം മൻസൂർ എന്നിവർ മരിച്ചു. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സിദ്ദിഖിന്റെയും റിസയുടെയും വിവാഹം. രാവിലെ ജോലിക്ക് പോകുമ്പോഴാണ് അപകടം. കുതന്ത്രങ്ങളിലൂടെ ഇനി ജയിക്കാനാകില്ല, വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചാൽ LDFും UDFും കുടുങ്ങും, കെ സുരേന്ദ്രൻ. പരിഷ്കൃത ജനാധിപത്യ സംവിധാനത്തിൽ ആദ്യം നടപ്പാക്കേണ്ടതാണ് SIR എന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് BJP അല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചാൽ LDFും UDFും കുടുങ്ങുമെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. കുതന്ത്രങ്ങളിലൂടെ ഇനി ജയിക്കാനാകില്ല എന്നതാണ് LDFനും UDFനും ഭീതിയുണ്ടാക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിന്റെ കാര്യമാണ് കഷ്ടം. അന്യരാജ്യങ്ങളിൽ നിന്നും നുഴഞ്ഞു കയറിയവർക്ക് പോലും കോൺഗ്രസ് ID കാർഡ് നൽകി. വോട്ട് ചോരി റാലി അർത്ഥമില്ലാത്തതാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. മോൺത കരുത്താർജിച്ച് തീരത്തേക്ക്, 110 കിലോമീറ്റർ വേഗത്തിൽ കരതൊടും, 3 സംസ്ഥാനങ്ങളിൽ ജാഗ്രത. തീവ്ര ചുഴലിക്കാറ്റ് മോൺത കരുത്താർജിച്ച് തീരത്തേക്ക്, 110 കിലോമീറ്റർ വേഗത്തിൽ രാത്രിയോടെ കരതൊടും. ആന്ധ്രയിലും തെക്കൻ ഒഡീഷ തീരത്തും തമിഴ്നാട്ടിലും അതീവ ജാഗ്രത. 10,000-കണക്കിന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ട്രെയിൻ, വിമാന സർവീസുകൾ റദ്ദാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവുമായി ഫോണിൽ സംസാരിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ആന്ധ്രയിലെ 16 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1149 ഗ്രാമങ്ങളെ ചുഴലിക്കാറ്റ് ബാധിക്കും. 11 SDRF സംഘങ്ങളും 12 NDF സംഘങ്ങളും ദുരന്ത സാധ്യതാ മേഖലകളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്.
10,000-ത്തിലധികം പേരെ സുരക്ഷിത മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. വിശാഖപട്ടണത്തിൽ നിന്നുള്ള 100-ലധികം ട്രെയിനുകൾ റദ്ദാക്കി. സംസ്ഥാനത്തെ സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ഒഡീഷയിലും കനത്ത മുന്നൊരുക്കമാണ് നടത്തിയിരിക്കുന്നത്. തീരമേഖലയിൽ താമസിക്കുന്ന 5,000-ത്തോളം പേരെ ഇതിനോടകം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രഭാവത്തിൽ ചെന്നൈ ഉൾപ്പെടെ തമിഴ്നാട് ജില്ലകളിലും മഴയുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ശബരിമല സ്വർണ്ണക്കൊള്ള, മുരാരി ബാബുവിനെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2ാം പ്രതി മുരാരി ബാബുവിനെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചത്. റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഉൾപ്പെടെ പൂർത്തിയാക്കാനുണ്ടെന്ന് കാണിച്ചാണ് അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകിയില്ല. അതേസമയം ശബരിമലയിൽ നിർണായക രേഖകൾ നശിപ്പിച്ചെന്ന് സൂചന. വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ രേഖകൾ കാണാനില്ല. പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകളാണ് കാണാതായത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താനായില്ല. ദേവസ്വം ആസ്ഥാനത്ത് പമ്പയിലും സന്നിധാനത്തും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും രേഖകൾ നഷ്ടപ്പെട്ടെന്നാണ് വിവരം. ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികളായ കേസിൽ നിർണായക തെളിവുകൾ നശിപ്പിച്ചതായും സംശയമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാലാവധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. 2026 ലോകകപ്പിലും അർജന്റീനയ്ക്കായി കളിക്കണം ആഗ്രഹം വ്യക്തമാക്കി ലയണൽ മെസ്സി. അടുത്ത വർഷം ജൂണിൽ കാനഡ, അമേരിക്ക, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി നടക്കാനിരിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൽ രാജ്യത്തിനായി കളിക്കുവാൻ ആഗ്രഹിക്കുന്നതായി അർജന്റീനിയൻ സൂപ്പർ താരം ലയണൽ മെസ്സി. താൻ ടീമിലുണ്ടായിരിക്കണം എന്നതാണ് ആഗ്രഹമെന്നും എന്നാൽ മത്സരത്തിന് മുൻപായി തന്റെ അവസ്ഥ വിലയിരുത്തിയായിരിക്കും കളിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. നിലവിൽ അമേരിക്കൻ ടൂർണമെന്റ് ആയ മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മിയാമിക്കായി കളിക്കുകയാണ് മെസ്സി. NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മെസ്സിയുടെ പ്രതികരണം. ഒരു ലോകകപ്പിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത് അസാധാരണമായ ഒന്നാണ്. ഞാൻ ഇവിടെ ഉണ്ടായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവിടെയുണ്ടെങ്കിൽ എന്റെ ദേശീയ ടീമിനെ സഹായിക്കുന്നതിൽ ഒരു പ്രധാന ഭാഗവാക്കാകുവാൻ എനിക്ക് സാധിക്കും എന്നാണ് ആഗ്രഹം, അഭിമുഖത്തിൽ താരം പറയുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.